ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർവതിയെ അമ്മ അടിച്ചു എന്ന് കേട്ടപ്പോൾ പ്രിയന് വിഷമാവാണ്. അങ്ങനെ പ്രിയൻ ഹോസ്റ്റലിലേക്ക് പാർവതിയെ ഒന്ന് കണ്ട് സംസാരിച്ച് സോറി പറയണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഹോസ്റ്റലിലെത്തുന്നത്. അങ്ങനെ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞ ശേഷം പാർവതിക്ക് പെട്ടെന്ന് തല കറങ്ങി വീഴുന്നത് പ്രിയൻ അവിടെ നിന്ന് കാണുകയാണ്. അങ്ങനെ പ്രിയൻ ആകെ വെപ്രാളപ്പെടുകയാണ് കേട്ടോ. എന്തായിരിക്കും പാർവതിക്ക് പറ്റിയിട്ടുണ്ടാവുക, എന്താണെങ്കിലും എനിക്കത് അറിയണം എന്നും മനസ്സിൽ കരുതിയിട്ട് പ്രിയൻ ആരും കാണാതെ ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് കയറിയിട്ട് പാർവതി കിടക്കുന്ന റൂമിൻ്റെ ആ ഭാഗത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇരയും ഐഷയും ജെനിഫറും കൂടി പാർവതിയെ ബെഡിൽ കിടത്തിയിട്ടുണ്ടാവും. എന്നിട്ട് മുഖത്തേക്ക് വെള്ളം തെളിക്കുകയാണ് കേട്ടോ. അങ്ങനെ പാർവതി പെട്ടെന്ന് കണ്ണ് തുറക്കുകയാണ്. അപ്പോൾ അവരെ കാണുന്ന സമയത്ത് പാർവതി അങ്ങ് പൊട്ടിക്കരയാട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ പുറത്തു നിന്ന് പ്രിയൻ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്താ പാർവതി, എന്താ പറ്റിയത് നിനക്ക്, നീ എന്താ പെട്ടെന്ന് തല കറങ്ങി വീണത് എന്നൊക്കെ മീരയും ഐഷയും ജെനിഫറും ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാർവതി കരഞ്ഞോട്ട് പറയാണ്, എനിക്ക് എന്ത് വിഷമം വന്നാലും എൻ്റെ സങ്കടങ്ങളെല്ലാം പറയാൻ പറ്റുന്ന ഒരാളുണ്ട് നാട്ടിൽ, എൻ്റെ ചേച്ചിയെയും അച്ഛനെയും അമ്മയും എനിക്ക് കാണാൻ തോന്നുന്നു. എനിക്ക് വല്ലാത്തൊരു വിഷമം വരുന്നു, മനസ്സിലേക്ക് വല്ലാത്തൊരു പ്രയാസം വരുന്നു. പ്രിയൻ്റെ അമ്മ ഇവിടെ വന്ന് എന്നെ അടിച്ചപ്പോഴും എന്നോട് പറഞ്ഞ വാക്കുകളും കേട്ട് എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. എൻ്റെ ഭാഗത്ത് അപ്പോൾ എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടാവോ, ഞാൻ കണ്ടതാവില്ലേ അപ്പോൾ സത്യം, അപ്പോൾ എന്തായിരിക്കും സത്യം എന്നുള്ള കുറ്റബോധം എന്നെ വല്ലാതെ അലട്ടുന്നു എന്നൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാർവതി പറയട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ പ്രിയൻ പുറത്തു നിന്ന് കേൾക്കുകയാണ്. പ്രിയൻ ഇതൊക്കെ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം വരാട്ടോ. എന്നിട്ട് പാർവതിയെ കണ്ടൊന്ന് ആശ്വാസ വാക്കുകൾ പറയണമെന്നൊക്കെ മനസ്സിലുണ്ട്. പക്ഷേ സാഹചര്യം കൊണ്ട് പ്രിയനെ അവരുടെ അടുത്തേക്ക് ചെല്ലാൻ കഴിയാതെ പ്രിയൻ പിന്നെ ഒന്നും മിണ്ടാതെ ആരോടും അറിയിക്കാതെ താഴേക്ക് തന്നെ ഇറങ്ങിപ്പോയി ബൈക്ക് എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോവാട്ടോ വിഷമത്തോട് കൂടിയിട്ട്. എന്നാലും എനിക്ക് പാർവതിയെ ഒന്ന് കാണാൻ കഴിഞ്ഞെന്നോ എന്നുള്ള ഒരു ആശ്വാസത്തോട് കൂടിയിട്ടാണ് പ്രിയൻ പോകുന്നത്. ഈ സമയം മീരയും ഐഷയും ജെനിഫറും ആശ്വസിപ്പിക്കാണ്ടോ, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നിൻ്റെ കൂടെ ഞങ്ങളുണ്ട്, നിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് നിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, നീ കണ്ട കാര്യമല്ലേ പറഞ്ഞത്, അതിലെ സത്യാവസ്ഥ എന്താണെന്നുള്ളതൊന്നും നിനക്കറിയില്ലല്ലോ, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട പാർവതി, നീ ചെയ്തതിലൊരു തെറ്റുമില്ല എന്നുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് പാർവതിയെ ആശ്വസിപ്പിച്ച ശേഷം പാർവതിയോട് ചില ഭാരമൊക്കെ ഇറക്കി വെച്ച് നീ നന്നായിട്ട് ഒന്ന് ഉറങ്ങിക്കോ, അതോടുകൂടി നിൻ്റെ മനസ്സിലെ എല്ലാ പ്രയാസവും മാറും എന്ന് പറഞ്ഞ് പാർവതിയോട് ഉറങ്ങാൻ പറയട്ടോ. അങ്ങനെ പിറ്റേ ദിവസമാകുന്ന സമയത്ത് പാർവതി കമ്പനിയിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്ത് പാർവതി ചെരുപ്പിടുന്ന സമയത്ത് പെട്ടെന്ന് പാർവതിയുടെ ചെരുപ്പ് പൊട്ടുകയാണ് കേട്ടോ. അയ്യോ, എൻ്റെ ചെരുപ്പ് പൊട്ടിയല്ലോ എന്ന് ഐഷയോടും ജെനിഫറോടും മീരയോടും പറയണം. അപ്പോൾ മീര ചോദിക്കുകയാണ്, ഇത് പഴയ ചെരുപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ വലിയ കാര്യത്തിൽ പാർവതി പറയണേ, അല്ലല്ല, ഇത് പുതിയ ചെരുപ്പാണ്, ഈ ചെരുപ്പിന് 100 രൂപയാണ്, ഒരുപാട് കാലം ഈ ചെരുപ്പ് പോവുമെന്നാണ് എന്നോട് ആ ചെരുപ്പ് കടക്കാരൻ പറഞ്ഞത്, എന്നെ പറ്റിച്ചു അയാൾ. പാർവതിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ ഐഷയ്ക്കും മീരയ്ക്കും ഒക്കെ അതിശയത്തോട് കൂടിയിട്ടാണ് കേട്ടോ ചിരിച്ചുകൊണ്ട് കേട്ടോണ്ട് നിൽക്കുന്നത്. എന്നിട്ട് പാർവതി പറയണം, നാട്ടിലെത്തട്ടെ, അയാൾ എന്നെ പറ്റിച്ചതിന് അയാൾക്ക് ഞാൻ കണക്കിന് കൊടുക്കുന്നുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ മീര പറയണേ, നീ നാട്ടിൽ പോയിട്ട് എന്താ ഈ ചെരുപ്പ് നീ എക്സ്ചേഞ്ച് ചെയ്യാനാണോ, നീ അതൊക്കെ വിട്, നീ ഇപ്പോൾ കമ്പനിയിലേക്ക് പോകാൻ ഒരുങ്ങിയതല്ലേ, അപ്പോൾ പിന്നെ എങ്ങനെ നീ ചെരുപ്പില്ലാതെ പോവും, ഈ സമയത്ത് കടയൊന്നും തുറന്നിട്ടുണ്ടാവില്ല, അപ്പം നീ എങ്ങനെ പോവും എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയും, അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്, എനിക്ക് ചെരുപ്പില്ലാതെ എങ്ങനെയാണ് ഞാൻ പോവുക, ഇനിയിപ്പോൾ നടന്നു പോയേക്കാം എന്ന് പറയുമ്പോൾ മീര പറയാണ്, നീ ഇപ്പോൾ നടന്നൊന്നും പോവണ്ട, എൻ്റെ കയ്യിലൊരു ചെരുപ്പുണ്ട്, അത് പുതിയത് തന്നെയാണ്, നീ അത് ഇട്ട് നോക്ക് എന്ന് പറഞ്ഞ് മീരയുടെ കയ്യിലുള്ള ഒരു ചെരുപ്പ് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ പാർവതി അത് ഇട്ട് നോക്കുന്ന സമയത്ത് പാർവതിക്ക് അത് കറക്റ്റ് സൈസ് തന്നെ ആയിരിക്കും. അപ്പോൾ പാർവതി അത് ഇട്ടുകൊണ്ടാണ് കേട്ടോ കമ്പനിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. പാർവതി മീരയോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട, നീ ഇത് ഇട്ടുകൊണ്ട് പോയിക്കോ, എനിക്ക് മറ്റൊരു ചെരുപ്പുണ്ട്, ഞാൻ അത് ഇട്ടോളാം എന്ന് മീര പറയാണ്. അങ്ങനെ പാർവതി ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് ഐഷയുടെ കൂടെ സ്കൂട്ടിയിൽ പോകാൻ ഒരുങ്ങാൻ കേട്ടോ. അങ്ങനെ ഐഷയും പാർവതിയും കൂടി സ്കൂട്ടിയിൽ പോവാണ്. പോകുന്ന സമയത്ത് പെട്ടെന്ന് റോഡിൽ വെച്ച് മറ്റൊരു ബൈക്കുകാരൻ ഐഷയുടെ സ്കൂട്ടിയുമായിട്ട് ഇടിക്കാൻ വരിക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഐഷ ബ്രേക്ക് പിടിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് അയാളോട്, നിനക്കെന്താ മുഖത്ത് കണ്ണില്ലേ, നീ എന്താ നോക്കിയിട്ടല്ലേ വണ്ടി ഓടിക്കുന്നത്, നിനക്കെന്താ കണ്ണ് കാണില്ലേ എന്നൊക്കെ ചോദിച്ച് ഐഷയും അയാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ സംസാരം നടക്കുക കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് എതിർവശത്ത് നിന്നും ഒരു ലോറി വരുന്നത്. അങ്ങനെ ആ ലോറിക്കാരൻ ഒച്ചയെടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ. നടു റോട്ടിലാണോ നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്കിടുന്നത്, മര്യാദയ്ക്ക് വണ്ടി എടുത്ത് മാറ്റടാ എന്നങ്ങ് പറഞ്ഞു ഒച്ചയെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പാർവതി അങ്ങ് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അയാൾ എന്നെ നല്ല പരിചയമുണ്ടല്ലോ എന്ന് പാർവതിയുടെ മനസ്സിലേക്ക് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ പാർവതി ആ ലോറി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയാണ്. ഈ
ഇത് ഞങ്ങളുടെ കമ്പനിയിലേക്ക് ചരക്ക് കൊണ്ടുവരുന്ന ലോറിയാണല്ലോ, ഇതെന്താ ഇയാൾ ഈ വഴി വരുന്നത് എന്നൊക്കെ മനസ്സിൽ പാർവതി ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ ഐഷയോട് പാർവതി പറയണേ, ഇത് ഞങ്ങളുടെ കമ്പനിയിലെ ലോറിയാണല്ലോ, ഇയാൾ എന്തിനാ ഈ വഴിക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് പാർവതിയോട് ഐഷ ചോദിക്കാം കേട്ടോ. അപ്പോൾ ഐഷയോട് പറയണേ, ഒന്നുമില്ല, തൽക്കാലം നീ ആ വണ്ടിയെ പിന്തുടർന്നുകൊണ്ട് ഒന്ന് പോയേ, അത് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് എനിക്കൊന്ന് കാണാനാണ്. ഇത് ഞങ്ങളുടെ കമ്പനിയിലെ ലോറിയാണ്, പിന്നെ എന്തിനാണ് അയാൾ ഇതുവഴി പോകുന്നത്, ഒന്ന് നമുക്ക് പോയി നോക്കാം എന്ന് പറയട്ടെ. അങ്ങനെ ഐഷയും പാർവതിയും കൂടി ആ ലോറിയെ പിന്തുടർന്നുകൊണ്ട് ആ ലോറിക്കാരൻ്റെ പുറകെ പോവാട്ടോ. അങ്ങനെ കുറച്ച് ദൂരം ചെന്ന സമയത്ത് ആ ലോറി മറ്റൊരു ഗോഡൗണിലേക്ക് പോകുന്നത് കാണാണ്. അപ്പോൾ ഐഷയോട് പാർവതി പറയണേ, നീ ഇവിടെ നിർത്തിയേക്ക്, എന്നിട്ട് നീ പോയിക്കോ ഐഷ, ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട പാർവതി, നീ ഇപ്പോൾ നിൻ്റെ കമ്പനിയിലേക്ക് പോവാൻ നോക്ക്. അപ്പോൾ പാർവതി പറയും, ഇല്ല ഒരു കുഴപ്പവുമില്ല, ഞാൻ ശ്രദ്ധിച്ചോളാം ഐഷ, നീ പോയിക്കോ, നീ കോളേജിലേക്ക് പോയിക്കോ, ഞാൻ ആദ്യം ഇവിടെ എന്താണ് നടക്കുന്നത്, എന്തിനാണ് അയാൾ ആ ലോറിയുമായി ഇവിടേക്ക് വന്നത് എന്ന് നോക്കട്ടെ. ഐഷ പറയുന്നുണ്ട്, നീ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പോകുന്നത്, അപ്പോൾ നിനക്ക് കമ്പനിയിലെത്താൻ നേരം വൈകില്ലേ, അപ്പോൾ ആ കരിനാഗത്തിൻ്റെ വഴക്ക് കേൾക്കില്ലേ, നീ വാ ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ അത് വേണ്ട, നീ പോയിക്കോ ഐഷ, ഞാൻ പോയിക്കോളാം, ഞാൻ ഇയാളുടെ കൂടെ തന്നെ കമ്പനിയിലേക്ക് പോയിക്കോളാം, ഇയാളെന്നെ എനിക്ക് അറിയാം, പക്ഷെ അയാൾ എന്നെ ഒന്ന് കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്തില്ല, ആ ഡ്രൈവർക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതാണ്, പിന്നെ എന്തുകൊണ്ടാണ് അയാൾ എന്നെ മൈൻഡ് ചെയ്യാത്തത് എന്ന് ചോദിക്കണം, എന്നിട്ട് ഞാൻ അയാളോടൊപ്പം തന്നെ കമ്പനിയിലേക്ക് പോയിക്കോളാം, നീ പോയിക്കോ, നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട എന്നും പറഞ്ഞ് പാർവതി ഐഷയെ പറഞ്ഞയക്കുക കേട്ടോ. എന്നിട്ട് പാർവതി ഒച്ചയൊന്നും ഉണ്ടാക്കാതെ എന്താണ് ഇവിടെ പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഗോഡൗണിൻ്റെ അകത്തേക്ക് കയറാട്ടോ. അങ്ങനെ അവിടെ നിന്നും ഒളിഞ്ഞു നിന്ന് കാണുകയാണ്. ആ സമയത്താണ് ഈ ഡ്രൈവർക്ക് 2-3 കേസ് അതിലെ ഒരാൾ കൊടുക്കുന്നത് കാണാട്ടോ. അപ്പോൾ പാർവതി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇയാൾക്ക് എന്തിനാണ് ഇവർ ഇത്രയും അധികം പൈസ കൊടുക്കുന്നത് എന്ന് ചിന്തിക്കാൻ കേട്ടോ. അത് കഴിഞ്ഞ് ലോറി തുറന്ന ശേഷം അതിൽ നിന്നും എല്ലാ ഡ്രസ്സുകളും എടുക്കുകയാണ് കേട്ടോ, പുറത്തേക്ക് എടുക്കുകയാണ്. അങ്ങനെ ഒരുപാട് അതിലെ ഗുണ്ടകൾ വന്ന് ആ ഡ്രസ്സുകളെല്ലാം എടുത്തുകൊണ്ട് അവരുടെ ഫാക്ടറിയുടെ അകത്തേക്ക് കയറ്റാണ്ട്. അപ്പോൾ പാർവതി ചിന്തിക്കുകയാണ്, എന്തിനായിരിക്കും ഈ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഇറക്കുന്നത്, ഇത് നേരെ കയറ്റിവിടാനുള്ളതല്ലേ, പിന്നെ എന്തിനാണ് അത് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ മനസ്സിൽ സ്വയം പാർവതി പറയാണ്. എന്നിട്ട് പാർവതി കാണാതെ ആ ഫാക്ടറിയുടെ അകത്തേക്ക് കയറാട്ടോ. അപ്പോഴത്തേക്കും ഈ ലോറിക്കാരൻ തിരിച്ചു പോയിട്ടുണ്ടാവും. ഈ ഡ്രസ്സുകളെല്ലാം തന്നെ ഗുണ്ടകൾ ഫാക്ടറിയുടെ അകത്തേക്ക് കൊണ്ടുപോയത് പാർവതി കാണുന്നുമുണ്ട്. അങ്ങനെ പാർവതി അവരെ നിരീക്ഷിച്ചുകൊണ്ട് അവരെ അറിയാതെ അതിനകത്ത് കയറാൻ കേട്ടോ. എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് പാർവതി ശ്രദ്ധിക്കുകയാണ്. അപ്പോഴാണ് പാർവതിയുടെ കണ്ണിൽ അത് പെടുന്നത്. അപ്പോഴാണ് പാർവതിക്ക് മനസ്സിലായത് ഇത് മയക്കുമരുന്നാണ്. മയക്കുമരുന്നുകളെല്ലാം തന്നെ ഈ ഡ്രസ്സിനകത്താക്കി ഇവർ കയറ്റുമതി ചെയ്യുകയാണെന്നുള്ള കാര്യം പാർവതിക്ക് മനസ്സിലാവുക കേട്ടോ. അതോടുകൂടി പാർവതി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇത് നല്ലൊരു കള്ളത്തരം തന്നെയാണല്ലോ ഇവർ ചെയ്യുന്നത്, ഇത് ഇപ്പം തന്നെ കയ്യോടെ പിടിക്കണം എന്ന് പാർവതി മനസ്സിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ പാർവതി ഇക്കാര്യം എങ്ങനെയെങ്കിലും ഇത് കമ്പനിയിൽ അറിയിക്കണം എന്ന് മനസ്സിൽ ഉദ്ദേശിച്ച് പാർവതി അവിടെ നിന്ന് പോവാൻ ഒരുങ്ങാട്ടോ. ആ സമയത്താണ് പാർവതി പെട്ടെന്ന് കാല് തെന്നി അവിടെ അങ്ങ് വീഴാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സാധനം തട്ടി വീഴുകയാണ്. അതോടുകൂടി ആ സാധനങ്ങളെല്ലാം തന്നെ അങ്ങ് താഴേക്ക് വീഴാട്ടോ. അപ്പോൾ ഗുണ്ടകൾ പെട്ടെന്ന് അവിടേക്ക് നോക്കുകയാണ്, ഇതെങ്ങനെ അവിടെ തട്ടിമറിഞ്ഞ് വീണത് എന്നുള്ള ഭാവത്തിലിട്ടോ. അങ്ങനെ ഗുണ്ടകൾ അവിടേക്ക് ചെന്ന് നോക്കുന്ന സമയത്ത് പാർവതിയെ കാണാണ്. പാർവതിയെ കണ്ടതോടുകൂടി ഇവളെങ്ങനെ ഇതിനകത്ത് കയറിയത്, ഇവളപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ട്, ഇവളെ ഇനി പുറത്തേക്ക് വിടാൻ പാടില്ല, ഇവിടെ വെച്ച് കണ്ട കാര്യങ്ങൾ മുഴുവനും പോലീസിനെ അറിയിക്കുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അറിയിച്ചാൽ അതോടുകൂടി നമ്മുടെ കള്ളത്തരം എല്ലാവരും അറിയും, ഇവൾ ഇനി പുറം ലോകം കാണരുത് എന്ന് ഗുണ്ടകൾ പറയട്ടോ. അങ്ങനെ പാർവതി അവരെ കണ്ണു വെട്ടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങുമ്പോഴത്തേക്കും ആ ഗുണ്ട പാർവതിയുടെ തലയ്ക്ക് ഒരു മരം വെച്ച് ഒരു ഒറ്റ അടി കൊടുക്കുകയാണ്. അതോടുകൂടി പാർവതിയുടെ ബോധം അങ്ങ് പോവുകയാണ് കേട്ടോ. അങ്ങനെ പാർവതി താഴേക്ക് വീഴാണ്. അങ്ങനെ പാർവതിയെ അവർ പൊക്കിയെടുത്തുകൊണ്ട് ഒരു കസേരയിൽ കൊണ്ടുപോയി ഇരുത്തി കൈയും കാലും ഒക്കെ അങ്ങ് കെട്ടിവെക്കുകയാണ്. എന്നിട്ട് പാർവതിയുടെ വായ അങ്ങ് ഒട്ടിച്ച് വെക്കുകയാണ് കേട്ടോ. ഒരു തുണി വെച്ച് പാർവതിയുടെ വായ അങ്ങ് കെട്ടിവെക്കുകയാണ്. അതോടുകൂടി പാർവതി ഇനി ഉണർന്നാലും അലറിയാൽ പോലും ആരും അറിയില്ല. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, ഇവളെന്നെ എന്തെങ്കിലും ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ആദ്യം നമ്മുടെ മുതലാളിയോടൊന്ന് ചോദിക്കാം, മുതലാളി വരട്ടെ, മുതലാളിയെ ഇക്കാര്യം അറിയിക്കാം എന്ന് പറഞ്ഞ് ഗുണ്ടകൾ അതിൻ്റെ മുതലാളിക്ക് ഫോൺ വിളിക്കാൻ കേട്ടോ. അങ്ങനെ അയാൾ ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് വരാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ അരവിന്ദൻ്റെ ഏട്ടനായിരിക്കും കേട്ടോ ഇതിൻ്റെയൊക്കെ മുതലാളി, അയാളാണ് ഇതിൻ്റെ ഒരു ആണി. അരവിന്ദനും അയാളുടെ ഏട്ടനും കൂടി ചേർന്ന് നടത്തുന്ന മയക്കുമരുന്ന് ബിസിനസ് ആയിരിക്കും. അങ്ങനെ
പാർവതി ഇതൊന്നും അറിയാതെ ബോധം കെട്ട് കസാരയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ പാർവതിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി വരുന്നത് കൈലാസും PKR സാറും കൂടിയാണ്.